Hello everyone, welcome to Competitive Cracker. UGC നെറ്റ് മാനേജ്മെന്റ് എക്സാമിനേഷന് തയ്യാറെടുക്കുന്ന എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ മറ്റൊരു ലെക്ചറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാനേജ്മെന്റ് സിലബസിലെ ഒന്നാമത്തെ ടോപ്പിക്കാണ്, യൂണിറ്റ് 1, അതായത് മാനേജ്മെന്റ് കൺസെപ്റ്റ്സ്. സോ സിലബസിലേക്ക് വരുവാണെങ്കിൽ യൂണിറ്റ് 1 മാനേജ്മെന്റ് കൺസെപ്റ്റിന്റെ ആദ്യത്തെ പാർട്ടാണ്. അതായത് ഈ സിലബസിൽ മൾട്ടിപ്പിൾ ടോപ്പിക്സ് അവൈലബിൾ ആണ്. അതിൽ ഒന്നാമതാണ് നമ്മൾ മാനേജ്മെന്റ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞത്. രണ്ടാമത്തെ പാർട്ടിൽ ഇക്കണോമിക്സിനെ പറ്റി പറയുന്നുണ്ട്. സോ നമ്മൾ ആ മാനേജ്മെന്റ് കൺസെപ്റ്റ് ഏരിയ എടുക്കുന്നു. അതുമായി ബന്ധപ്പെട്ട കുറച്ച് ഇമ്പോർട്ടൻറ്റ് MCQs കാണുന്നു ആൻഡ് PYQs ഇൻക്ലൂഡഡ് ആണ്. ആ രീതിയിലാണ് നമ്മൾ ഈ ഒരു സെഷൻ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ സെഷന് ശേഷം ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ഏരിയാസ്, എന്തൊക്കെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യാം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പറയാൻ സാധിക്കും. സോ ലെറ്റ് മീ സ്റ്റാർട്ട്. സിലബസിലേക്ക് വന്നു കഴിഞ്ഞാൽ മാനേജ്മെന്റ് ബേസിക് കൺസെപ്റ്റ്സ് ആണ് ഈ ഒരു മൊഡ്യൂൾ പൂർണ്ണമായിട്ട് വരുന്നത്. സോ മാനേജ്മെന്റ് കൺസെപ്റ്റ്, പ്രോസസ്, തിയറീസ് ആൻഡ് അപ്രോച്ചസ്. ആ തിയറീസ് ആൻഡ് അപ്രോച്ചസിൽ നമ്മൾ ഡിഫറെൻറ്റ് മാനേജറൽ തിയറീസിനെ പറ്റി, ലൈക്ക് ഫൈവോൾഡ് തിയറി, അതേപോലെ ടൈലർ തിയറി, അവരുടെ കോൺട്രിബ്യൂഷൻസ്, അങ്ങനെയുള്ള കൺസെപ്റ്റുകൾ നമ്മൾ ആ ഏരിയയിൽ അറിയണം. ദെൻ മാനേജ്മെന്റ് റോൾസ് ആൻഡ് സ്കിൽസ്, ഫങ്ഷൻസ്, മാനേജറിയൽ ഫങ്ഷൻസ് ആയിട്ടുള്ള പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ് പോലുള്ള കാര്യങ്ങളെ പറ്റി നമ്മൾ അറിയുക. ദെൻ കമ്മ്യൂണിക്കേഷൻ ടൈപ്സ്, പ്രോസസ് ആൻഡ് ബാരിയേഴ്സ്, ഡിസിഷൻ മേക്കിംഗ്, കൺസെപ്റ്റ്, പ്രോസസ്, ടെക്നിക്സ് ആൻഡ് ടൂൾസ്, organization structure and design, types, authority, responsibility, centralization, decentralization and span of control. ഇത്രയും ഏരിയയാണ് നമ്മുടെ സിലബസ് പ്രകാരം മാനേജ്മെന്റ് കൺസെപ്റ്റ്, മാനേജ്മെന്റ് ബേസിക് കൺസെപ്റ്റ് എന്നുള്ളത് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, സോ ചില MCQസിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് MCQ, വിച്ച് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഈസ് കൺസിഡേർഡ് മോസ്റ്റ് കോംപ്ലെക്സ്? ഫങ്ഷണൽ സ്ട്രക്ചർ, ഡിവിഷണൽ സ്ട്രക്ചർ, സ്ട്രാറ്റജിക് ബിസിനസ് യൂണിറ്റ് ആൻഡ് മെട്രിക് സ്ട്രക്ചർ. ഓക്കെ, സോ ഏത് സ്ട്രക്ചറിലാണ് ഒന്നിൽ കൂടുതൽ അതോറിറ്റിയോട് നമുക്ക് റെസ്പോൺസിബിൾ ആവുന്നത്? ദാറ്റ് വിൽ ബി ദി മോസ്റ്റ് കോംപ്ലെക്സ് വൺ, റൈറ്റ്? ഒരേ ഇൻഡിവിജ്വൽ അദ്ദേഹത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റൽ ഹെഡിനോട് റെസ്പോൺസിബിൾ ആയിരിക്കും, അദ്ദേഹത്തിൻ്റെ പ്രോജക്റ്റ് ഹെഡിനോടും റെസ്പോൺസിബിൾ ആയിരിക്കും. അങ്ങനെ ഒരു റിലേഷൻ വന്നു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി, ഈ തന്നിരിക്കുന്നതിൽ തന്നെ ഏറ്റവും കോംപ്ലെക്സ് അതായിരിക്കും. അതായത് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മെട്രിക്സ് ഓർഗനൈസേഷൻ സ്ട്രക്ചറിനെ പറ്റിയാണ്. കെൻ സീ ഇറ്റ് ഹിയർ. മെട്രിക്സ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആണെങ്കിൽ നമ്മളിപ്പോൾ പ്രൊഡക്ഷനിൽ നിന്ന് ഒരു ഇൻഡിവിജ്വൽ എടുക്കുകയാണ്, ഒരു എംപ്ലോയി എടുക്കുകയാണെങ്കിൽ ആ പ്രൊഡക്ഷൻ ഗ്രൂപ്പിലെ ഒരു എംപ്ലോയി, ആ എംപ്ലോയി എന്ന് പറയുന്നത് വിൽ ബി റെസ്പോൺസിബിൾ ടു ദി പ്രൊഡക്ഷൻ മാനേജർ, റൈറ്റ്? പ്രൊഡക്ഷൻ മാനേജറോട് അദ്ദേഹം ഉത്തരം പറയാൻ ബാധ്യസ്ഥനാണ്. അതുകൂടാതെ അദ്ദേഹം പ്രൊജക്റ്റ് മാനേജറോടും, അദ്ദേഹം ഒരു പ്രൊജക്റ്റ് എയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ പ്രൊജക്റ്റ് മാനേജറോടും റെസ്പോൺസിബിൾ ആയിരിക്കും. ഇത്തരത്തിൽ ഒരു ഇൻഡിവിജ്വലിൽ 2 ഹെഡ്സ് വരുന്ന രീതിയിലുള്ള അറേഞ്ച്മെന്റ് ആണ് യഥാർത്ഥത്തിൽ മെട്രിക്സ് ഓർഗനൈസേഷനിൽ വരുന്നത്. അങ്ങനെ ഒരു റിലേഷൻ വന്നു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് വൺ ഓഫ് ദി കോംപ്ലെക്സ് സ്ട്രക്ചർ. ഓക്കെ, സോ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻ പ്രകാരം ഏറ്റവും കോംപ്ലെക്സ് ആയിട്ട് പറയാവുന്നത് മെട്രിക്സ് ഓർഗനൈസേഷൻ ആണ്. ബാക്കിയുള്ള ഏത് സ്ട്രക്ചർ ആയാലും, ഈ ഫങ്ഷണലായാലും ഡിവിഷണലായാലും SBU ആയാലും കമ്പാരിറ്റീവ്ലി ഏറ്റവും കോംപ്ലെക്സ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് മെട്രിക്സ് സ്ട്രക്ചർ ആണ്. സോ നോർമലി വിൽ ഗെറ്റ് എ ക്വസ്റ്റ്യൻ ഫ്രം ദിസ് ഏരിയ. ആ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആകാം, അല്ലെങ്കിൽ മാച്ച് ദി ഫോളോയിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സ്ട്രക്ചർ വന്നിട്ട് അതിൻ്റെ ഫീച്ചേഴ്സ് നമ്മളോട് ചോദിക്കാം. ഡിഫറെൻറ്റ് ഫീച്ചേഴ്സ് വന്നിട്ട് ഇതിൽ ഏതൊക്കെയാണ് ശരി, ഏതൊക്കെയാണ് തെറ്റ് എന്നുള്ള രീതിയിൽ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഏരിയയിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, മൂവിങ് ഓൺ, നമ്മൾ മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ സ്റ്റെപ്പ് ഇൻ പ്ലാനിങ്? പ്ലാനിങ്ങിലെ സ്റ്റെപ്പ് അല്ലാത്തത് ഏതാണ്? എസ്റ്റാബ്ലിഷിംഗ് ഒബ്ജക്റ്റീവ്സ്, ഡെവലപ്പിംഗ് പ്രമൈസസ്, ഡിറ്റർമിനിങ് ഓൾട്ടർനേറ്റീവ് കോഴ്സസ്, ഐഡൻറ്റിഫൈങ് നീഡ്സ് ഓഫ് എംപ്ലോയീസ്. സോ പ്ലാനിങ് പ്രോസസ്സ് ഒന്ന് മനസ്സിലാലോചിക്കുക. പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് ദി ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് എമംഗ് അതേഴ്സ് ഇൻ ഓർഡർ ടു പെർഫോം മാനേജീരിയൽ ഒബ്ജക്റ്റീവ്സ്, റൈറ്റ്? നമ്മളുടെ ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ മുൻകൂട്ടി തീരുമാനിക്കുകയാണ് ഏതാണ് ഏറ്റവും ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് എന്ന്. അപ്പോൾ ഏതൊക്കെ പ്രോസസ്സിലൂടെ ഇത് കടന്നു പോകും? അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ലൈക്ക് വിൽ ബി ഡിസൈഡിങ് ദി ബേസിക് ഒബ്ജക്റ്റീവ്സ്, റൈറ്റ്? ഒബ്ജക്റ്റീവ്സ് എന്താണെന്നുള്ളത്, ഓർഗനൈസേഷൻ്റെ അല്ലെങ്കിൽ ഒരു പ്ലാനിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്, എന്തിനു വേണ്ടിയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നതെന്ന് തീരുമാനിക്കുന്നു. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഫസ്റ്റ് വിൽ ബി ഒബ്ജക്റ്റീവ്സ് ഡിസൈഡ് ചെയ്യുന്നു. ദെൻ രണ്ടാമതായിട്ട് പ്രെമിസസ്, ഡിറ്റർമിനിങ് പ്ലാനിങ് പ്രെമിസസ്. എന്താ പ്ലാനിങ് പ്രെമിസസ്? ദീസ് ആർ ദി അസംഷൻസ് അബൌട്ട് ദി ഫ്യൂച്ചർ. ഫ്യൂച്ചർ ഇങ്ങനെ ആയിരിക്കുമെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ആ അസംഷൻസ് ആണ് പ്ലാനിങ് പ്രെമിസസിൽ വരുന്നത്. ഓക്കെ, ലൈക്ക് നമ്മൾ പ്ലാൻ ചെയ്യുന്ന ഒരു കാര്യം ഫ്യൂച്ചറിൽ ഇങ്ങനെ ആയിരിക്കും,
നമ്മുടെ ഇക്കണോമിക് കണ്ടീഷൻ ഇങ്ങനെയായിരിക്കും, അതിനകത്ത് മാറ്റങ്ങളൊന്നും വരില്ല. അങ്ങനെയുള്ള അസംഷൻസ് ആണ് പ്രെമിസസിൽ വരുന്നത്. സോ ദീസ് ആർ ദി അസംഷൻസ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെവലപ്പിംഗ് ഓൾട്ടർനേറ്റീവ്സ് ഡെവലപ്പ് ചെയ്യുന്നു. എന്താ ഓൾട്ടർനേറ്റീവ്സ്? ഈ ഒരു ഒബ്ജക്റ്റീവിലേക്ക് എത്താൻ വേണ്ടി നമ്മളുടെ മുമ്പിൽ ഒന്നിൽ കൂടുതൽ വഴികൾ ഉണ്ടാകും. ആ ഓരോ വഴികളും നമ്മളുടെ ഓൾട്ടർനേറ്റീവ്സ് ആണ്. സോ ദീസ് ആർ ദി ഓൾട്ടർനേറ്റീവ് കോസസ് ഓഫ് ആക്ഷൻ. പല ഓൾട്ടർനേറ്റീവ്സ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു. ഏതൊക്കെയാണോ നമുക്ക് ഓൾട്ടർനേറ്റീവ് ഉള്ളത് അതെല്ലാം ഐഡന്റിഫൈ ചെയ്യും. ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം ഓരോ ഓൾട്ടർനേറ്റീവ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും. ഇവാലുവേഷൻ ഓഫ് ഓൾട്ടർനേറ്റീവ്. ഓക്കെ, ഓൾട്ടർനേറ്റീവ് ഇവാലുവേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് ഇംപ്ലിമെന്റേഷൻ ആണ്. ഇംപ്ലിമെന്റേഷന് മുമ്പായിട്ട് നമുക്ക് ഒരു സ്റ്റെപ്പ് കൂടി ആഡ് ചെയ്യാം. അതായത് ഡെറിവേറ്റീവ് പ്ലാൻസ്. വാട്ട് ഈസ് ഡെറിവേറ്റീവ് പ്ലാൻസ്? ഡെറിവേറ്റീവിന്റെ മീനിങ് എന്താ? ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെന്റ്സ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. വാല്യൂ ഈസ് ഡിറൈവ്ഡ് ഫ്രം ആൻ അണ്ടർലൈങ് അസെറ്റ്, റൈറ്റ്? വാല്യൂ ഈസ് ഡിറൈവ്ഡ് ഫ്രം മറ്റൊന്നിൽ നിന്നുമാണ് ഇതിന് വാല്യൂ കിട്ടുന്നത്. ഇപ്പോൾ ഡെറിവേറ്റീവ് പ്ലാൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മേജർ പ്ലാനിന്റെ സബ് പ്ലാൻസ്. മേജർ പ്ലാൻ നടപ്പിലാക്കാൻ വേണ്ടി അതിനു വേണ്ടി ക്രിയേറ്റ് ചെയ്ത സബ് പ്ലാൻസിനെയാണ് നമ്മൾ ഡെറിവേറ്റീവ് പ്ലാൻസ് പറയുന്നത്. ഡെറിവേറ്റീവ് പ്ലാൻസ് ക്രിയേറ്റ് ചെയ്യണം. അതിനുശേഷം വി ക്യാൻ ഇംപ്ലിമെന്റേഷൻ ആൻഡ് ഫോളോ അപ്പ്. കഴിയുന്നില്ല, ഫോളോ അപ്പ് ആവശ്യമാണ്. ഫോളോ അപ്പ് എന്നൊക്കെ പറയുമ്പോൾ അത് കൺട്രോളിങ്ങിന്റെ ഭാഗമായിട്ട് വരും. എന്തുകൊണ്ടാണ് പ്ലാനിങ്ങും കൺട്രോളിങ്ങും ഒരു കോയിന്റെ രണ്ട് സൈഡാണെന്ന് പറയുന്നത്? ഇതുകൊണ്ടാണ്. ബിക്കോസ് പ്ലാനിങ് ഹാപ്പൻ ചെയ്യണമെങ്കിൽ അവിടെ പ്രോപ്പർ കൺട്രോളിംഗ് ഉണ്ടാവണം. കൺട്രോളിംഗ് ഹാപ്പൻ ചെയ്യണമെങ്കിൽ പ്രോപ്പർ പ്ലാനിങ് മസ്റ്റ് ബി ദെയർ. ഓക്കെ, സോ ഇതാണ് അതിന്റെ പ്രോസസ്സ്. ആ പ്രോസസ്സിൽ നമുക്ക് എന്തൊക്കെ കാണാൻ സാധിക്കും? എസ്റ്റാബ്ലിഷിംഗ് ഒബ്ജക്റ്റീവ്സ് ഈസ് ദെയർ. ഒബ്ജക്റ്റീവ്സ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യണം. ഡെവലപ്പിംഗ് പ്രൈമൈസസ് ഷുഡ് ബി ദെയർ. പ്ലാനിങ് പ്രൈമൈസസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഡിറ്റർമിനിങ് ഓൾട്ടർനേറ്റീവ് കോസസ്. ഓൾട്ടർനേറ്റീവ്സ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. പക്ഷേ എംപ്ലോയി സെൻട്രിക് ആയിട്ടുള്ള ഒരു പ്ലാനിങ് അല്ല ഇത്. അതുകൊണ്ട് തന്നെ ഐഡന്റിഫൈ നീഡ്സ് ഓഫ് എംപ്ലോയീസ് പ്ലാനിങ് പ്രോസസ്സിന്റെ ഭാഗമായിട്ട് വരുന്നില്ല. സോ ദി റോങ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ ഡി, റൈറ്റ്? മൂവിങ് ഓൺ, മറ്റൊരു ക്വസ്റ്റ്യൻ. പ്ലാനിങ് ഈസ് ലുക്കിംഗ് അഹെഡ് ആൻഡ് കൺട്രോൾ ഈസ്. പ്ലാനിങ് എന്ന് പറയുന്നത് മുൻപോട്ട് നോക്കുകയാണ്, ഫ്യൂച്ചറിലേക്കാണ്, ഫ്യൂച്ചർ ഓറിയന്റഡ് ആണ്. വാട്ട് ഈസ് കൺട്രോളിങ്? കൺട്രോളിങ്ങും ഒരു പരിധിവരെ ഫ്യൂച്ചർ എങ്ങനെയായിരിക്കണം ഡിറ്റർമിൻ ചെയ്യാനാണ്. പക്ഷേ വി ആർ ലുക്കിംഗ് ബാക്ക്. പ്ലാൻ ചെയ്ത കാര്യങ്ങൾ അതേപടി തന്നെയാണോ നടന്നത് എന്ന് ചിന്തിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് കൺട്രോളിങ്. അതേപടി അല്ലെങ്കിൽ കറക്റ്റീവ് ആക്ഷൻസ് എടുക്കണം, അവിടെ വീണ്ടും പ്ലാനിങ് വരും. അതുകൊണ്ടാണ് ഇവ രണ്ടും ഒരു കോയിന്റെ രണ്ട് സൈഡാണെന്ന് നമ്മൾ പറയാനുള്ള കാരണം. സോ പ്ലാനിങ് ഈസ് ലുക്കിംഗ് അഹെഡ്, കൺട്രോൾ ഈസ് ലുക്കിംഗ് ബാക്ക്, റൈറ്റ്? മൂവിങ് ഓൺ, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ആർ ദി ഫങ്ഷൻസ് ഓഫ് പേഴ്സണൽ മാനേജ്മെന്റ്? ഇത് HR-മായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. മാനേജ്മെന്റിൽ തന്നെ നമുക്ക് സ്റ്റാഫിംഗ് മാനേജ്മെന്റ് ഫംഗ്ഷൻ ആയിട്ട് ഒരെണ്ണം വരുന്നുണ്ടല്ലോ. ഫംഗ്ഷൻസ് പറയുമ്പോൾ അവിടെ സ്റ്റാഫിംഗ് ഫംഗ്ഷന്റെ ഭാഗമായിട്ട് പേഴ്സണൽ മാനേജ്മെന്റ് ദാറ്റ് ഹാപ്പൻസ്. സോ പേഴ്സണൽ മാനേജ്മെന്റ് ഫംഗ്ഷൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്? പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിംഗ്? നോ, മാനേജ്മെന്റ് ഫംഗ്ഷൻസ് ആണ്. പ്ലാനിങ്, ഓർഗനൈസിങ്, കോർഡിനേറ്റിംഗ്, ബഡ്ജറ്റിംഗ് ആൻഡ് കൺട്രോളിംഗ് അഗെയിൻ മാനേജ്മെന്റ് ഫംഗ്ഷൻസ് ആണ്. പ്രൊക്യൂർമെന്റ്, ഡെവലപ്മെന്റ്, കോമ്പൻസേഷൻ, ഇന്റഗ്രേഷൻ ആൻഡ് മെയിൻ്റനൻസ്. എംപ്ലോയീസിനെ പ്രൊക്യൂർ ചെയ്യുക മീൻസ് നമ്മളുടെ റിക്രൂട്ട്മെന്റ് സെലക്ഷൻ പ്രൊസീജിയർ, അതുവഴി നമ്മൾ എംപ്ലോയീസിനെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ദെൻ ഡെവലപ്മെന്റ്, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ്, മാനേജീരിയൽ ഡെവലപ്മെന്റ്, എക്സിക്യൂട്ടീവ് ഡെവലപ്മെന്റ്, കരിയർ ഡെവലപ്മെന്റ് പോലുള്ള ആക്ടിവിറ്റീസ് എല്ലാം ഡെവലപ്മെന്റ് ഭാഗമായിട്ട് പറയാം. ദെൻ കോമ്പൻസേഷൻ മാനേജ്മെന്റ് ആൻഡ് ഇന്റഗ്രേഷൻ ആൻഡ് മെയിൻ്റനൻസ്. അവർ നമ്മുടെ ഓർഗനൈസേഷൻ തുടരണം. വൺസ് ജോയിൻഡ് ദേ മസ്റ്റ് ബി ദെയർ, റൈറ്റ്, ഫോർ എ ലോങ്ങർ ഡ്യൂറേഷൻ. അതാണ് മെയിൻ്റനൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഈ എല്ലാ ആക്ടിവിറ്റീസും ഇതിന്റെ ഭാഗമാണ്. പേഴ്സണൽ മാനേജ്മെന്റ് HR-ന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. സോ ദി റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, റൈറ്റ്? മൂവിങ് ഓൺ, മറ്റൊരു ക്വസ്റ്റ്യൻ. ബഡ്ജറ്റിംഗ് ഈസ് ക്ലോസ്ലി റിലേറ്റഡ് ടു പ്ലാനിംഗ് ഇൻ ആൻ ഓർഗനൈസേഷൻ. ഇറ്റ് ഇൻവോൾവ്സ് 4 stages ആൻഡ് ദെയർ സീക്വൻസ് ഈസ്. ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷനിൽ റെലവൻറ്റ് ഫംഗ്ഷൻ ആണല്ലോ. വാട്ട് ഈസ് ബഡ്ജറ്റ്? ബഡ്ജറ്റ് മീൻസ് എ ന്യൂമറിക്കൽ പ്ലാൻ, റൈറ്റ്? ഇവിടെ നമ്മൾ നമ്പേഴ്സിൽ പ്ലാൻ ചെയ്യുകയാണ്. നമ്മുടെ എക്സ്പെൻസസ് ഇങ്ങനെ ആയിരിക്കണം, അലോക്കേഷൻസ് ഇങ്ങനെ ആയിരിക്കണം, ഫണ്ട് മൂവ്മെന്റ്സ് ഇങ്ങനെ ആയിരിക്കണം. അങ്ങനെ എക്സ്പെൻസിൽ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. സോ ബഡ്ജറ്റ് ഈസ് എ ന്യൂമറിക്കൽ പ്ലാൻ. സോ ഇതിന്റെ പ്രോസസ്സുകൾ 4 സ്റ്റേജുകൾ ഏതൊക്കെയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്? സെറ്റിംഗ് ദി ഒബ്ജക്റ്റീവ്, സ്പെസിഫൈങ് ദി ഗോൾ, laying down the strategies, preparation of budget. Setting the objectives, laying down the strategies, specifying the goals and the preparation of the budget. Laying down the strategies, setting the objectives, specifying the goals and the preparation of strategies. Specifying the goals, setting the objectives,
laying down the targets and strategies and preparation of budget. അപ്പോൾ ഏറ്റവും പ്രോപ്പർ വേ എന്താണ്? ആദ്യം എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ ബേസിക് ഒബ്ജക്റ്റീവ്സ് ഡിറ്റർമിൻ ചെയ്യുക. ആൻഡ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഗോൾ എന്താണെന്നുള്ളത് സ്പെസിഫൈ ചെയ്യുന്നത് രണ്ടാമത്തെ സ്റ്റേജാണ്. നോട്ട് ഓർഗനൈസേഷണൽ ഗോൾസ്. ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എന്തിനു വേണ്ടിയാണ്? അതിൻ്റെ ഗോൾ, ബഡ്ജറ്റ് ഗോൾസ് ഡിസൈഡ് ചെയ്യുന്നു. ദെൻ ലെയിൻ ഡൗൺ ദി സ്ട്രാറ്റജീസ്. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സ്ട്രാറ്റജീസ് എന്തൊക്കെയായിരിക്കും, എങ്ങനെയായിരിക്കും ഫിനാൻഷ്യൽ കൺട്രോൾ നടത്തുന്നത്, ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മൂന്നാമതായിട്ട്. ആൻഡ് ഫൈനലി വി വിൽ പ്രിപ്പയർ ബഡ്ജറ്റ്. ഓക്കെ, സോ ദിസ് ഇസ് ദി പ്രോസസ്. മറ്റൊരു ക്വസ്റ്റ്യൻ, ലിസ്റ്റ് 1 ആൻഡ് ലിസ്റ്റ് 2 ഇസ് ഗിവൺ. മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും ബേസിക് കൺസെപ്റ്റ്സ് ആണ് പ്ലാനിങ്, ഓർഗനൈസിങ്, ലീഡിങ്, ദാറ്റ് ഈസ് ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിങ്. ഓക്കെ, മാച്ച് ചെയ്യുക. ഗെറ്റിംഗ് അതേഴ്സ് ടു ഗെറ്റ് ദി ജോബ് ഡൺ, സെറ്റിലിംഗ് സ്റ്റാൻഡേർഡ്സ് സച്ച് ആസ് സെയിൽസ് quotas, quality standards, etc. Establishing goals and standards, giving each subordinate a specific task. Oh, confusing, right? Ano, what about this one? Setting standards such as sales quota, quality standards, etc. അത് എവിടെയാണ്? നമ്മളുടെ ടാർഗറ്റ് ഇന്നതായിരിക്കണം എന്ന് ആ ഒരു സ്റ്റാൻഡേർഡ് സെറ്റിംഗ് നടക്കുന്ന യഥാർത്ഥത്തിൽ കൺട്രോളിങ്ങിലാണ്, റൈറ്റ്? കൺട്രോളിങ്ങിലാണ് ആ ഒരു ഫങ്ഷനായിട്ട് നമ്മൾ പറയുന്നത്. എന്തുകൊണ്ടാണ്? ഇമാജിൻ, കൺട്രോൾ പ്രോസസ്സ് ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മളിപ്പോൾ ഒരു എംപ്ലോയിയുടെ വർക്ക് ഇന്നതായിരിക്കണം എന്ന് പറയുകയാണെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്. ആ സ്റ്റാൻഡേർഡാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്, ദെൻ കമ്പാരിസൺ ഓഫ് മെഷറിങ് ആക്ച്വൽസ്, കമ്പയറിങ് ആക്ച്വൽ വിത്ത് സ്റ്റാൻഡേർഡ്സ്, ആൻഡ് ഫൈനലി ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷൻ. അപ്പോൾ ആ ഒരു ലെവലിൽ ഒരു എംപ്ലോയി സെൻട്രിക് ആയിട്ടൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ, ഒരു ആക്ഷൻ സെൻട്രിക് ആയിട്ട്, ഓർഗനൈസേഷൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് സെൻട്രിക് ആയിട്ടൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ ദിസ് ഈസ് പോസിബിൾ. കൺട്രോളിങ്ങും പ്ലാനിങ്ങും ഇന്റർറിലേറ്റഡ് ആണ്. ആ കൺട്രോളിങ്ങിലെ പ്ലാനിങ് സ്റ്റേജ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് വൺ പ്ലാനിങ് ആയിട്ട് പറയാവുന്നത് എന്താണ്? പ്ലാനിങ് മീൻസ് ബേസിക് എസ്റ്റാബ്ലിഷിംഗ് ഗോൾസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ്. വാട്ട് അബൌട്ട് ഓർഗനൈസിങ്? ഓർഗനൈസിങ് എന്ന് പറഞ്ഞാൽ ഓർഗനൈസ് ചെയ്യുന്നത് വഴി ഗിവിങ് ഈച്ച് സബോർഡിനേറ്റ് എ സ്പെസിഫിക് ടാസ്ക്. ഓരോരുത്തർക്കും ഒരു പർട്ടിക്കുലർ ടാസ്ക് എന്താണെന്നുള്ള അസൈൻ ചെയ്യുകയാണെങ്കിൽ ഓർഗനൈസിങ്ങിൻ്റെ ഒരു ആക്ടിവിറ്റി ആയിട്ട് പറയാം. ലീഡിങ് എന്ന് പറഞ്ഞാൽ ഗൈഡിങ് ആണ്, റൈറ്റ്? ഗെറ്റിംഗ് തിങ്സ് ഡൺ, മറ്റുള്ളവരെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ ചെയ്ത് നേടിയെടുക്കുക. കൺട്രോളിങ് മീൻസ് സെറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് ഫോർ ഈച്ച് സെയിൽസ് കോട്ട, ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്, എക്സെട്ര. ഇതെല്ലാം കൺട്രോളിങ്ങിൻ്റെ ഭാഗമായിട്ട് പറയാം, റൈറ്റ്? കൺട്രോളിങ്ങിന് വേണ്ടിയാണെന്നും പറയാം. ഓക്കെ, സോ ദാറ്റ്സ് ദി റൈറ്റ് ആൻസർ. മറ്റൊരു ക്വസ്റ്റ്യൻ, എ മെട്രിക് സ്ട്രക്ചർ ഓഫ് ഓർഗനൈസേഷൻ. മെട്രിക് സ്ട്രക്ചറിനെ പറ്റിയാണ് വീണ്ടും ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. റീഇൻഫോഴ്സസ് യൂണിറ്റി ഓഫ് കമാൻഡ്. യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വൺ സബോർഡിനേറ്റ്, വൺ സുപ്പീരിയർ, റൈറ്റ്? യൂണിറ്റി ഓഫ് കമാൻഡ് അതാണോ ഇവിടെ? മെട്രിക്സ് ആണ്, ഒന്നിൽ കൂടുതൽ സുപ്പീരിയർ ഉണ്ടാവും. ഇറ്റ് ഈസ് ഇൻഎക്സ്പെൻസീവ്, ഈസ് ഈസി ടു എക്സ്പ്ലെയിൻ ടു ദി എംപ്ലോയി. എംപ്ലോയിയോട് എക്സ്പ്ലെയിൻ ചെയ്യാന്ന് പറയുന്നത് എളുപ്പമാണ്. ഗീവ് സം എംപ്ലോയീസ് മോർ ദാൻ വൺ ബോസ്, ദാറ്റ് ഈസ് ദി റൈറ്റ് ഓപ്ഷൻ. ഒന്നിൽ കൂടുതൽ ബോസ് വരുവാണ്, ആ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ എന്ന് പറയുന്നത് മെട്രിക്സ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ, എഗെയിൻ ഓർഗനൈസേഷൻ സ്ട്രക്ചറും അതിൻ്റെ അഡ്വാൻറ്റേജസുമാണ് വീണ്ടും വന്നിരിക്കുന്നത്. ഫങ്ഷണൽ സ്ട്രക്ചർ, ഡിവിഷണൽ സ്ട്രക്ചർ, മെട്രിക് സ്ട്രക്ചർ, സ്ട്രാറ്റജിക് ബിസിനസ് യൂണിറ്റ്, സെയിം ഏരിയാസ് തന്നെയാണ് വീണ്ടും ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താണെന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് വരും, സെയിം ആകണമെന്നില്ല, ആ ഒരു സെയിം ഏരിയയിൽ നിന്നും വീണ്ടും ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, ലൈക്ക് ദിസ് വൺ. ഫങ്ഷണൽ സ്ട്രക്ചർ മാച്ച് ചെയ്താലോ നമുക്ക്? എങ്ങനെയാണ് മാച്ച് ചെയ്യേണ്ടത്? ഫങ്ഷണൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഫംഗ്ഷനെയും ക്ലിയർലി ഡിഫൈൻ ചെയ്തിട്ടുണ്ടാകും. ദാറ്റ്സ് വൈ സിമ്പിൾ സ്ട്രക്ചറാണ് ഫങ്ഷണൽ സ്ട്രക്ചർ. വാട്ട് അബൌട്ട് ഡിവിഷണൽ സ്ട്രക്ചർ? ഓരോ ഡിവിഷൻസും എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. ഓരോ ഡിവിഷൻസ് എന്താണെന്ന് പറയുകയാണെങ്കിൽ ആരാണ് റെസ്പോൺസിബിൾ എന്ന് കൃത്യമായിട്ട് പറയാൻ സാധിക്കും. അതായത് ക്യാൻ സി ഡിവിഷണൽ സ്ട്രക്ചർ വന്നു കഴിഞ്ഞാൽ അക്കൗണ്ടബിലിറ്റി, ഹൂ ഈസ് റെസ്പോൺസിബിൾ ഫോർ വാട്ട് എന്നുള്ളത് ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്യാൻ സാധിക്കും. ഒരു ഡിവിഷൻ അതിൻ്റെ ഹെഡ് ആളാണെങ്കിൽ ആ ഡിവിഷൻ്റെ ആക്ടിവിറ്റീസിൽ റോള് പ്ലേ ചെയ്യേണ്ട അദ്ദേഹമാണ്. എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ ഹി വിൽ ബി ആൻസറബിൾ, അക്കൗണ്ടബിൾ ആയിരിക്കും. ദെൻ വാട്ട് അബൌട്ട് മെട്രിക് സ്ട്രക്ചർ? സ്മൂത്ത് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി, ക്ലാരിറ്റി ഓഫ് പ്രോജക്റ്റ് ഒബ്ജക്റ്റീവ്സ്, റൈറ്റ്? അതല്ലേ വരേണ്ടത്. മെട്രിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ പ്രോജക്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. സോ രണ്ട് ഹെഡ്സ് വരും, ഒരെണ്ണം പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഓരോരുത്തരെ എടുക്കുന്നു. സോ പ്രോജക്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചറോടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള, പ്രോജക്റ്റ് ഓർ പ്രൊഡക്റ്റ് രണ്ടും ആകാം. പ്രൊഡക്റ്റ് എയ്ക്ക് വേണ്ടി ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഓരോ എംപ്ലോയീസിനെ എടുക്കുകയാണെങ്കിൽ അതിനർത്ഥം എന്താണ്? ദേ ആർ ക്രിയേറ്റിംഗ് മെട്രിക് സ്ട്രക്ചർ.
അത് തന്നെയാണ് പ്രോജക്റ്റ് ബേസ്ഡ് ആയിട്ടും പറയുമ്പോൾ. ദെൻ സ്ട്രാറ്റജിക് ബിസിനസ് യൂണിറ്റ് ആണെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഡിവിഷന് വേണ്ടി നമ്മൾ കൃത്യമായിട്ടുള്ള അതോറിറ്റി ഡെലിഗേറ്റ് ചെയ്യുന്നു, റെസ്പോൺസിബിലിറ്റി ഡെലിഗേറ്റ് ചെയ്യുന്നു, അങ്ങനെ ഓരോ പർട്ടിക്കുലർ ഡിവിഷൻസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നു. സോ ദാറ്റ് ഈസ് കോൾഡ് സ്ട്രാറ്റജിക് ബിസിനസ് യൂണിറ്റ്. ഓക്കെ, സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. റൈറ്റ്, ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, UGC നെറ്റ് മാനേജ്മെന്റ് ആസ്പിരൻസ്, നമുക്ക് വളരെ കൺഫ്യൂഷൻസ് ഉണ്ടാകുന്ന ഒരു ഏരിയ ആണ് ലാസ്റ്റ് ടൈം, ബിക്കോസ് നമ്മൾ എക്സാമിനേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് നമ്മളുടെ ഈ ഒരു ഇനി വരുന്ന ഒരു 20 to 25 ഡേയ്സ് നമ്മൾ പ്ലേ ചെയ്യേണ്ടത്? അവിടെയാണ് കോമ്പറ്റിറ്റീവ് ക്രാക്കറിൻ്റെ ഈ ഒരു ക്രാഷ് കോഴ്സ് നമുക്ക് വൈറ്റലായി മാറുന്നത്. അതായത് കൃത്യമായിട്ട് ഉള്ള സിലബസ് കവറേജ്, കൃത്യമായിട്ടുള്ള റെക്കോർഡർ അച്ചീവ്സ്, അതോടൊപ്പം തന്നെ 1 by 1 ടോപ്പിക് വൈസ്, മൊഡ്യൂൾ വൈസ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ, ഇവയെല്ലാം ഈ ഒരു ചെറിയ ക്രാഷ് കോഴ്സിൻ്റെ ഭാഗമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ കംപ്ലീറ്റ് കവറേജ് ഷോർട്ട് ഡ്യൂറേഷനിൽ ചെയ്യാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ഈ ഒരു കോഴ്സ് മസ്റ്റാണ്. റൈറ്റ്, അതോടൊപ്പം തന്നെ PDF നോട്ട്സ് അവൈലബിൾ ആണ്. ഇതൊന്നും കൂടാതെ ലൈവ് ലെക്ചേഴ്സും റെഗുലറായിട്ട് പ്രൊവൈഡ് ചെയ്യുകയാണ്. സോ കൃത്യമായിട്ടുള്ളൊരു കവറേജിന് വേണ്ടി എത്രയും വേഗം കോമ്പറ്റിറ്റീവ് ക്രാക്കറിൻ്റെ ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യുക. മാനേജ്മെൻറ്റ് എക്സാമിനേഷൻ നമുക്ക് ഇത്തവണ ക്ലിയർ ചെയ്യണം. അതിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ബാച്ച് ആയിരിക്കും കോമ്പറ്റിറ്റീവ് ക്രാക്കറിൻ്റെ ക്രാഷ് ബാച്ച്. അപ്പോൾ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. അതുകൂടാതെ നമ്മളുടെ ഇന്നത്തെ ഈ ഒരു ലെക്ചർ പോലെ ഉള്ള ചെറിയ PYQ ഡിസ്കഷൻസും അതേപോലെ MCQ ഡിസ്കഷൻസും ഉള്ള ലെക്ചേഴ്സും റെലവൻ്റ് ആയിട്ടുള്ള ഒരുപാട് ക്ലാസ്സസ് നമ്മളുടെ യൂട്യൂബ് ചാനൽ അവൈലബിൾ ആണ്. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു. ബൈ.